ഏപ്രിൽ 17 വെള്ളിയാഴ്ചയിലെ ഏറ്റവും വലിയ അമാവാസി ചൈത്ര അമാവാസി വളരെ ശക്തമായതിനാൽ അന്ന് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതാവുകയും തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ പരിഹാരം ഒരു അത്ഭുതകരമായ വരമാണ്. നമ്മുടെ പുരാണങ്ങളിലും വാസ്തുശാസ്ത്രത്തിലും പലതരം സസ്യങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ കറ്റാർവാഴ ചെടിക്കുള്ള പ്രാധാന്യം വർണ്ണനാതീതമാണ്. ഇതിനെ സംസ്കൃതത്തിൽ ഘൃതകുമാരി എന്ന് വിളിക്കുന്നു. ഈ കറ്റാർവാഴ ചെടി ചർമ്മസൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ മാത്രമായി പരിമിതപ്പെട്ടിട്ടില്ല. ഇതിന് പിന്നിൽ അളവറ്റ ആത്മീയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ അത്ഭുതകരമായ അമാവാസി ദിനത്തിൽ കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പരിഹാരം നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് നൽകുകയും ചെയ്യുമെന്നും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീർന്ന് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുമെന്നും പരിഹാരശാസ്ത്രം പറയുന്നു. കറ്റാർവാഴ ചെടികളിൽ സാക്ഷാൽ 3 ദേവിമാരായ പാർവതീദേവി, ലക്ഷ്മീദേവി, സരസ്വതീദേവി എന്നിവർ കുടികൊള്ളുന്നു. ചെടിയുടെ വേരുകളിൽ പാർവതീദേവിയുടെ ശക്തിയും മധ്യഭാഗത്ത് ജ്ഞാനപ്രദായിനിയായ സരസ്വതീദേവിയും ഇലകളിൽ അഷ്ടൈശ്വര്യങ്ങൾ നൽകുന്ന മഹാലക്ഷ്മിയും കുടികൊള്ളുന്നു. ഇത്രയും ദൈവിക ശക്തിയുള്ള ഒരു ചെടിയെ അമാവാസി ദിനത്തിൽ നമ്മൾ ശരിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ആ 3 ദേവിമാരുടെയും അനുഗ്രഹം നമ്മളിൽ വർഷിക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഫലം ലഭിക്കാറില്ല. കയ്യിൽ വരുന്ന പണം വന്നതുപോലെ തന്നെ ചിലവായി പോകുന്നു. വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും വഴക്കോ രോഗമോ മനസ്സമാധാനമില്ലായ്മയോ ഒക്കെ ഉണ്ടാകുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം നമ്മുടെ വീടിനോ നമുക്കോ ഉള്ള നരദൃഷ്ടി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ്. മനുഷ്യന്റെ കണ്ണ് തട്ടിയാൽ കറുത്ത കല്ലും പൊട്ടും എന്നത് ഒരു പഴഞ്ചൊല്ല് മാത്രമല്ല, അതൊരു കൈപേറിയ സത്യമാണ്. മറ്റുള്ളവരുടെ അസൂയയും വെറുപ്പും നമ്മളെ സാമ്പത്തികമായും മാനസികമായും തളർത്തും. അങ്ങനെയുള്ള ഭയങ്കരമായ നരദൃഷ്ടിയെയും നരകണ്ണിനെയും ഇല്ലാതാക്കാൻ കറ്റാർവാഴയ്ക്ക് മാത്രമേ കഴിയൂ. കറ്റാർവാഴ ചെടി അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുത്ത് വെള്ളമില്ലാതെ വർഷങ്ങളോളം ജീവിക്കാൻ കഴിയും. ഇത് പ്രതികൂല ശക്തികളെ തന്നിലേക്ക് വലിച്ചെടുത്ത് അനുകൂല ശക്തിയെ പുറത്തുവിടുന്ന ഒരു അത്ഭുതകരമായ ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു. ഈ അമാവാസി ദിവസം ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടിനു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടും. അപ്പോൾ ഈ അമാവാസി ദിവസം കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ വഴിപാട് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ വീഡിയോയിൽ വിശദമായി നോക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. കമന്റ് ബോക്സിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമോ എന്ന് കമന്റ് ചെയ്യുക. ഈ ശുക്ര അമാവാസി വളരെ നല്ല ദിവസമായതുകൊണ്ട് ഈ അമാവാസി നാളിൽ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വെള്ളം കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക. ഈ ദിവസം ശിവലിംഗത്തിന് അഭിഷേകം ചെയ്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഉടൻ നീങ്ങുകയും നിങ്ങളുടെ വീട്ടിൽ നല്ല ദിവസങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ദീർഘകാല രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ശിവലിംഗത്തിന് പശുവിൻ പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുക. നല്ല ആരോഗ്യം ലഭിക്കും. ജമ്മി മരത്തെ ഒരു ദിവ്യവൃക്ഷമായി കണക്കാക്കുന്നു. അതുകൊണ്ട് ഈ അമാവാസി നാളിൽ 5 പ്രദക്ഷിണം ചെയ്ത് ജമ്മി മരത്തിൽ തൊട്ടാൽ മതി, അഖണ്ഡ രാജയോഗം ലഭിക്കും. അതുപോലെ ജമ്മി മരത്തിന്റെ തണലിൽ നിന്നാലും എല്ലാ പാപങ്ങളും നശിച്ച് ഭാഗ്യവും ഐശ്വര്യവും ഒരുമിച്ചു വരും. അതുപോലെ എല്ലാ അമാവാസി നാളിലും മരിച്ച നമ്മുടെ പൂർവികർ കാക്കയുടെ രൂപത്തിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ വരും. അതുകൊണ്ട് ഈ അമാവാസി നാളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ നിങ്ങളുടെ പിതൃദേവതകൾ വളരെ സന്തോഷിക്കും. അതുപോലെ ഈ അമാവാസി നാളിൽ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ബ്രാഹ്മണർക്ക് സ്വയം ഭാഗം ദാനമായി നൽകുക. ഒരു ഇലയിൽ അരി, തുവരപ്പരിപ്പ്, ശർക്കര, അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്ര ദക്ഷിണ വെച്ച് ബ്രാഹ്മണർക്ക് നൽകി അവരുടെ അനുഗ്രഹം വാങ്ങുക. അമാവാസി ദിവസം ബ്രാഹ്മണർക്ക് സ്വയം ഭാഗം ദാനം ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിന് തീരാത്ത ഐശ്വര്യം ലഭിക്കും. എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. അതുപോലെ എപ്പോഴും കഷ്ടപ്പാടുകളുള്ള വീടുകളിൽ ദാരിദ്ര്യ ദേവതയുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് ഈ അമാവാസി നാളിൽ എല്ലാവരും ഉപ്പുവെള്ളം ഉപയോഗിച്ച് വീട് മുഴുവൻ വൃത്തിയാക്കി സാമ്പ്രാണി ധൂപം ഇടുക. അമാവാസി നാളിൽ വീട്ടിൽ സാമ്പ്രാണി പുകച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യ ദുരിതങ്ങളെല്ലാം നീങ്ങി നല്ല ദിവസങ്ങൾ ആരംഭിക്കും. പ്രധാനമായും ഈ അമാവാസി നാളിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് കറുത്ത ചരട് അരഞ്ഞാണമായി കെട്ടുക. രോഗങ്ങളും ദൃഷ്ടിദോഷങ്ങളും നീങ്ങി നിങ്ങളുടെ കുട്ടികളുടെ ആയുസ് വർദ്ധിക്കും. ഈ അമാവാസി നാളിൽ എല്ലാവരും ഒരു ശക്തമായ ഉപ്പ് പരിഹാരം ചെയ്യുക. ഒരു ഗ്ലാസ് പാത്രത്തിൽ നിറയെ ഉപ്പ് എടുത്ത് അതിൽ ഒരു നുള്ള് മഞ്ഞളും കുങ്കുമവും ചേർത്ത് നിങ്ങളുടെ വീടിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് വെക്കുക. അമാവാസിക്ക് അടുത്ത ദിവസം ആ ഉപ്പ് എടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളയുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധനാകർഷണം വർദ്ധിക്കുകയും വേണ്ടെന്ന് പറഞ്ഞാലും പണം വന്നു ചേരുകയും ചെയ്യും. വിവാഹത്തിനായി ശ്രമിക്കുന്നവർ ഈ അമാവാസി നാളിൽ വാഴയ്ക്ക് പ്രദക്ഷിണം ചെയ്യുക. വേഗത്തിൽ വിവാഹയോഗം സിദ്ധിക്കും. ഇനി കറ്റാർവാഴ പരിഹാരത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ അമാവാസി നാളിൽ രാവിലെ 6 മുതൽ 7 മണി വരെ അല്ലെങ്കിൽ വൈകുന്നേരം 6 മുതൽ 7 മണി വരെ ഈ പരിഹാരം ചെയ്യണം.
ആരോഗ്യകരമായ ഒരു കറ്റാർവാഴ കഷ്ണം ശേഖരിക്കണം. നിങ്ങളുടെ വീടിനടുത്തുള്ള ചട്ടിയിലുള്ള ചെടിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പുതിയതായി കൊണ്ടുവന്നതോ ആകാം. സാധിക്കുമെങ്കിൽ വേരുകളോടുകൂടിയ ചെടി ശേഖരിക്കുന്നത് വളരെ ശുഭകരമാണ്. ചെടി കൊണ്ടുവന്ന ശേഷം ശുദ്ധമായ വെള്ളത്തിൽ കഴുകി ഒരു മൃദുവായ ഉണങ്ങിയ തുണി കൊണ്ട് ഈർപ്പം മുഴുവൻ പോകുന്നതുവരെ തുടയ്ക്കുക. ഇപ്പോൾ ആ കറ്റാർവാഴ ചെടിയെ ആദരവോടെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് അലങ്കരിക്കണം. ആദ്യം ചെടിയുടെ ഇലകളിൽ മഞ്ഞൾ കൊണ്ട് പൊട്ടുവെച്ച് അതിനു മുകളിൽ കുങ്കുമം കൊണ്ട് പൊട്ടുകൾ വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ആ ചെടിയിലെ ദൈവികതയെ ഉണർത്തും. ഇപ്പോൾ ഒരു പരന്ന പ്ലേറ്റ് തയ്യാറാക്കണം. അത് പിച്ചള, ചെമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആകാം. പക്ഷേ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ആ പ്ലേറ്റിന്റെ നടുവിൽ അലങ്കരിച്ച കറ്റാർവാഴ കഷ്ണം വെക്കുക. ഇപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് ഇടുക. ദുഷ്ടശക്തികളെ അകറ്റാൻ കുരുമുളകിന് ശക്തിയുണ്ട്. കുരുമുളകിനൊപ്പം ഒരു അടക്ക, ഒരു നുള്ള് കർപ്പൂരപ്പൊടി, കുറച്ചുകൂടി കുങ്കുമം എന്നിവയും ആ പ്ലേറ്റിൽ വിതറണം. ഈ വസ്തുക്കളെല്ലാം ഒരുമിച്ച് ഒരു ശക്തമായ കാന്തം പോലെ പ്രവർത്തിക്കും. ഇവ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ വലിച്ചെടുക്കും. അടയ്ക്കയ്ക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. പണത്തെ ആകർഷിക്കാൻ അടയ്ക്കയ്ക്ക് ശക്തിയുള്ളതുകൊണ്ട് നിർബന്ധമായും അടക്ക ഇടണം. അതുപോലെ കർപ്പൂരപ്പൊടി നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കും. കുങ്കുമം കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും. ഇങ്ങനെ ഇതെല്ലാം ഇട്ട് ഈ പ്ലേറ്റ് തയ്യാറാക്കിയ ശേഷം ധൂപവും ദീപവും കാണിച്ച് ആ പ്ലേറ്റ് കയ്യിലെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ മുതൽ തുടങ്ങി വീടിനകത്തുള്ള എല്ലാ മുറികളിലും കറങ്ങണം. ഓരോ മുറിയുടെയും കോണുകളിൽ ആ കറ്റാർവാഴ കഷ്ണത്തിലെ ഊർജം പ്രസരിക്കുന്ന തരത്തിൽ മനസ്സിൽ സങ്കല്പിക്കണം. എന്റെ വീട്ടിലെ ദാരിദ്ര്യം മാറണം. ഞങ്ങളെ പിടികൂടിയ ശനിദോഷം മാറണം. ഞങ്ങളുടെ കടബാധ്യതകൾ തീരണം എന്ന് ദൃഢമായി വിശ്വസിക്കണം. അടുക്കള, കിടപ്പുമുറി, പൂജാമുറി എന്നിവിടങ്ങളിലെല്ലാം ഇത് കൊണ്ടുപോകണം. എന്നാൽ ഓർക്കുക, ഈ പ്ലേറ്റ് കുളിമുറിയിലേക്ക് കൊണ്ടുപോകരുത്. ഇങ്ങനെ വീടെല്ലാം ചുറ്റിയ ശേഷം ആ പ്ലേറ്റ് ഹാളിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് സൂക്ഷിക്കണം. അതായത് ഏതെങ്കിലും മേശപ്പുറത്തോ അലമാരയുടെ മുകളിലോ വെക്കാം. വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ കഴിയാത്ത രീതിയിൽ ശ്രദ്ധയോടെ വെക്കണം. ഈ പ്ലേറ്റ് അതുപോലെ 3 ആഴ്ച, അതായത് 21 ദിവസം വെക്കണം. ഈ 21 ദിവസങ്ങളിൽ ആ കറ്റാർവാഴ ചെടി നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം നിരന്തരം വലിച്ചെടുക്കും. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ദൃഷ്ടിദോഷം കാരണം അസുഖമുണ്ടെങ്കിൽ അവരുടെ മുറിയിലും ഈ ചെടി ഒരു തവണ ചുറ്റുന്നത് അവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കും. ഈ ശക്തമായ അമാവാസി ദിവസം ചെയ്യുന്ന ഈ പ്രക്രിയയിലൂടെ ലക്ഷ്മിദേവിക്ക് നിങ്ങളോട് കരുണ തോന്നും. സാമ്പത്തിക പ്രശ്നങ്ങളാൽ വലയുന്നവരും ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നവരും ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ കാണും. കറ്റാർവാഴ ചെടി വായു ശുദ്ധീകരിക്കുന്നത് കൂടാതെ നമ്മുടെ ചുറ്റുമുള്ള ഊർജത്തെയും ശുദ്ധീകരിക്കുന്നു. ഈ 3 ആഴ്ചയ്ക്ക് ശേഷം ആ കറ്റാർവാഴ ചെടിയുടെ നിറം മാറുന്നതോ അല്പം ഉണങ്ങിയതായി കാണുന്നതോ നിങ്ങളുടെ വീട്ടിലെ തീവ്രമായ നെഗറ്റീവ് ഊർജം വലിച്ചെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ ആ ചെടിയും ആ പ്ലേറ്റിലെ കുരുമുളകും അടക്കയും കർപ്പൂരവും കുങ്കുമവും എടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴുകുന്ന വെള്ളത്തിലോ ഉപേക്ഷിക്കണം. ഒരുപക്ഷെ ചെടി ഇപ്പോഴും പച്ചയായി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുമുറ്റത്തോ ചട്ടിയിലോ വീണ്ടും നടാം. ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ലഭിക്കും. കാരണം എവിടെയാണോ ദൃഷ്ടിദോഷവും ദാരിദ്ര്യവും ഇല്ലാത്തത് അവിടെ മഹാലക്ഷ്മി നിരന്തരം കുടികൊള്ളുന്നു. കൂടാതെ കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് വാസ്തുദോഷങ്ങളും ഇല്ലാതാക്കും. വീടിന്റെ തെക്കുകിഴക്ക് മൂലയിലോ വടക്കുകിഴക്ക് മൂലയിലോ അല്ലാതെ മറ്റ് ദിശകളിൽ കറ്റാർവാഴ വെക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. ഈ അമാവാസി ദിനത്തിൽ ഈ പ്രതിവിധി മാത്രമല്ല, പിതൃദേവതകളുടെ അനുഗ്രഹത്തിനായി കുറച്ച് അന്നദാനം ചെയ്യുകയോ പാവപ്പെട്ടവരെ സഹായിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പുണ്യഫലം ഇരട്ടിയാക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നുപോകാനും ദുരിതങ്ങൾ ഇല്ലാതാകാനും ആ 3 ദേവിമാരോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിവിധി ചെയ്യുക. വിശ്വാസമാണ് ഈ പ്രതിവിധിയുടെ അടിസ്ഥാനം. ഏത് കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ മാത്രമേ ദൈവിക ശക്തി നമ്മോടൊപ്പം ഉണ്ടാകൂ. കറ്റാർവാഴ ഒരു ചെടി മാത്രമല്ല, അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദേവത നമ്മോടൊപ്പം ഉള്ളതുപോലെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വലിയ അമാവാസി ദിനത്തിൽ ഈ ചെറിയ പ്രതിവിധി പരീക്ഷിച്ച് ആ അത്ഭുതകരമായ ഫലങ്ങൾ സ്വന്തമാക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജം മുഴുവൻ ഇല്ലാതായി ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവും നിറയും. തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് എന്നാൽ പണം മാത്രമല്ല, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമവും വളർച്ചയും കൂടിയാണ്. ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളും ദാരിദ്ര്യവും പോലുള്ളവ ഇല്ലാതാക്കാൻ ഈ അമാവാസി തിഥി നമുക്കൊരു വലിയ അവസരമാണ്. നമ്മുടെ ചുറ്റുമുള്ള വായുവിലും അന്തരീക്ഷത്തിലും അനേകം ശക്തികളുണ്ട്. കറ്റാർവാഴ ചെടിക്കുള്ള ആകർഷണ ശക്തി ഈ സമയത്ത് അതിന്റെ ഉന്നതിയിലായിരിക്കും. കറ്റാർവാഴയുടെ ഇലകളിലുള്ള ജെൽ പോലുള്ള പദാർത്ഥം ചർമ്മത്തെ തണുപ്പിക്കുന്നതുപോലെ ഈ പ്രതിവിധി നിങ്ങളുടെ ജീവിതത്തിലെ ചൂടും കഷ്ടപ്പാടുകളും കുറച്ച് സമാധാനം നൽകും. സമൂഹത്തിൽ പലരും നരദൃഷ്ടിയെ ഒരു അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നു. എന്നാൽ ശാസ്ത്രപരമായി നോക്കുമ്പോൾ
ഓരോ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്നും ചില തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. കടുത്ത ദേഷ്യമോ അസൂയയോടുകൂടി ഒരാളെ നോക്കുമ്പോൾ ആ തരംഗങ്ങൾ മറ്റൊരാളുടെ ഊർജ്ജമണ്ഡലത്തെ അഥവാ ഓറയെ ദോഷകരമായി ബാധിക്കുന്നു. ഇതിനെയാണ് ദിഷ്ടി എന്ന് പറയുന്നത്. കറ്റാർവാഴയിലുള്ള വൈദ്യുതകാന്തിക ഗുണങ്ങൾ ഈ തരംഗങ്ങളെ ആഗിരണം ചെയ്ത് നിർവീര്യമാക്കുന്നു. അതുകൊണ്ടാണ് പണ്ടുമുതൽക്കേ മുതിർന്നവർ വീടിന്റെ മുന്നിൽ കറ്റാർവാഴ തൂക്കിയിട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അമാവാസി പ്രതിവിധി ആ രീതിക്ക് കൂടുതൽ ശക്തി നൽകുന്ന ഒരു താന്ത്രിക പ്രക്രിയയാണ്. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ വീട്ടിൽ നിശബ്ദവും ശാന്തവുമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കുക. പ്രതിവിധി പൂർത്തിയായ ശേഷം നിങ്ങളുടെ മനസ്സിൽ ഒരുതരം ഭാരം കുറഞ്ഞ അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാകുന്നതിന്റെ സൂചനയാണിത്. ഐശ്വര്യം ഉണ്ടാകാനും കടബാധ്യതകൾ തീരാനും നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാകാനും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശക്തമായ കലബന്ധ സസ്യം ഉപയോഗിച്ചുള്ള പ്രതിവിധി ചെയ്യുക. തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്തും സന്തോഷവും നേടുക. ഈ വെള്ളിയാഴ്ച അമാവാസി ദിവസം നിങ്ങൾക്ക് ഒരു നായയെ കണ്ടാൽ അതിന് കുറച്ച് മധുരപലഹാരങ്ങൾ ഭക്ഷണമായി നൽകുക. ഏത് മധുരപലഹാരങ്ങളും ആകാം. അവ ലഭ്യമല്ലെങ്കിൽ കുറഞ്ഞത് ബിസ്ക്കറ്റുകളോ മറ്റ് ഏതെങ്കിലും ഭക്ഷണങ്ങളോ നൽകുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കും. നായയെ ഭൈരവ രൂപമായി കണക്കാക്കുന്നു. നായ്ക്ക് ഭക്ഷണം നൽകുന്നത് ശനി ദോഷങ്ങളും രാഹുകേതു ദോഷങ്ങളും ഇല്ലാതാക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ അമാവാസി ദിവസം ചില തെറ്റായ കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും ചെയ്യരുത്. ഈ അമാവാസി ദിവസം മാംസാഹാരം കഴിക്കരുത്, മുട്ടയും കഴിക്കരുത്. അതുപോലെ ഈ അമാവാസി ദിവസം ആർക്കും കടം കൊടുക്കരുത്. ആരിൽ നിന്നും കടം വാങ്ങരുത്. ഈ അമാവാസി ദിവസം പകൽ ഉറങ്ങരുത്, അല്ലെങ്കിൽ ദാരിദ്ര്യ ദേവത നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കും. ദമ്പതികൾ ബ്രഹ്മചര്യം പാലിക്കണം. അമാവാസി ദിവസം പുതിയ വസ്ത്രങ്ങൾ വാങ്ങരുത്. അതുപോലെ ദൂരയാത്രകൾ ചെയ്യരുത്. ഒരു ശുഭകാര്യങ്ങളും നടത്തരുത്. ഇരുമ്പ് ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഈ അമാവാസി ദിവസം അബദ്ധത്തിൽ പോലും ഇരുമ്പ് സാധനങ്ങൾ വാങ്ങരുത്. അതുപോലെ ഈ അമാവാസി ദിവസം ഒരു കാരണവശാലും പുതിയ ചൂൽ, അരി, ഗോതമ്പ് എന്നിവ വാങ്ങരുത്. അമാവാസി ദിവസം ഈ സാധനങ്ങൾ വാങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ പണം നിലനിൽക്കില്ല, അനാവശ്യ ചെലവുകളും വർദ്ധിക്കും. അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കളും ഈ അമാവാസി നാളിൽ വാങ്ങരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകും. അതുപോലെ തുകൽ കൊണ്ടുള്ള ഷൂസും ഹാൻഡ് ബാഗുകളും വാങ്ങരുത്. കൂടാതെ ഈ ദിവസം നഖങ്ങളും മുടിയും മുറിക്കരുത്. ശുക്ര അമാവാസി നാളിൽ തുളസിയെ ആരാധിച്ചാൽ ഇരട്ടി പുണ്യഫലം ലഭിക്കും. അതിനാൽ ഈ അമാവാസി നാളിൽ എല്ലാവരും തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി തുളസിത്തറയെ നമസ്കരിച്ചാൽ ഏത് ആഗ്രഹവും ഉടൻ സഫലമാകും. എല്ലാറ്റിനുമുപരിയായി ഈ അമാവാസി നാളിൽ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു കുമ്പളങ്ങ കെട്ടുക. കുമ്പളങ്ങയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. വെള്ളിയാഴ്ചയോടുകൂടിയ ഈ അമാവാസി നാളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുമ്പളങ്ങ കെട്ടിയാൽ നിങ്ങളുടെ വീടിന് എല്ലാ രീതിയിലും നല്ലത് വരും. നിങ്ങളുടെ വീടിനുള്ള എല്ലാ ദൃഷ്ടി ദോഷങ്ങളും നീങ്ങും. അതിനാൽ ഈ വെള്ളിയാഴ്ച ഒരു ഭസ്മ കുമ്പളങ്ങ കൊണ്ടുവന്ന് കുമ്പളങ്ങയിൽ മഞ്ഞൾ പുരട്ടി കുങ്കുമപ്പൊട്ട് വെച്ച് ആ കുമ്പളങ്ങ വീടിന്റെ വാതിലിൽ തൂക്കി സാമ്പ്രാണി പുകയ്ക്കുക. ഈ അമാവാസി നാളിൽ കുമ്പളങ്ങ കെട്ടിയാൽ നിങ്ങളുടെ വീടിന് അഖണ്ഡ ധനപ്രാപ്തി ലഭിക്കും. കുമ്പളങ്ങ കെട്ടാൻ കഴിയാത്തവർ നിങ്ങളുടെ വീടിന്റെ വാതിലിൽ ഉപ്പ് കെട്ടുക. ഒരു ചുവന്ന തുണിയിൽ കല്ലുപ്പ് കെട്ടി വീടിന്റെ വാതിലിൽ തൂക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ നീങ്ങി ധനപരമായി നിങ്ങളുടെ വീടിന് നല്ലത് വരും. ഉപ്പ് കെട്ടാനും കഴിയില്ല എന്നുള്ളവർ കറ്റാർവാഴ ചെടി അല്ലെങ്കിൽ പൂജിച്ച നാരങ്ങ, പടികം ഇവയിലേതെങ്കിലും നിങ്ങളുടെ വീടിന്റെ വാതിലിൽ കെട്ടുക. അങ്ങനെ കെട്ടിയാൽ നിങ്ങളുടെ വീടിന് ദൃഷ്ടി ദോഷം ഉണ്ടാകില്ല. പ്രധാനമായും ഈ അമാവാസി നാളിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും ദൃഷ്ടി മാറ്റുക. അമാവാസി നാളിൽ കല്ലുപ്പ്, കടുകുകൾ, ഉണക്കമുളക് എന്നിവ ഉപയോഗിച്ച് കുട്ടികൾക്ക് ദൃഷ്ടി മാറ്റിയാൽ നരദൃഷ്ടി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നീങ്ങി നല്ല ആരോഗ്യം ലഭിക്കും. അതുപോലെ ഈ അമാവാസി നാളിൽ എല്ലാവരും കാലിൽ കറുത്ത ചരട് കെട്ടുക. അമാവാസി ദിവസം കാലിൽ കറുത്ത ചരട് കെട്ടിയാൽ നരദൃഷ്ടി ദോഷങ്ങളും ശനി ദോഷങ്ങളും നീങ്ങി നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ ആരംഭിക്കും. സ്ത്രീകൾ ഇടത് കാലിലും പുരുഷന്മാർ വലത് കാലിലും കറുത്ത ചരട് കെട്ടണം. ഇനി അമിതമായ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവർ അരിപ്പൊടിയിൽ പഞ്ചസാര ചേർത്ത് ഇന്ന് കറുത്ത ഉറുമ്പുകൾക്ക് ഭക്ഷണമായി നൽകുക. ഒരു മാസം തികയുന്നതിന് മുമ്പ് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ക്രമേണ ഇല്ലാതാകും. കടുത്ത ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നവർ ഒരു വെറ്റിലയിൽ മഞ്ഞൾ കൊണ്ട് ഓം എന്ന് എഴുതി നിങ്ങളുടെ അലമാരയിൽ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉടൻ തന്നെ നീങ്ങുകയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഈ ദിവസം പിതൃദേവതകളെ സ്മരിച്ച് അവർക്ക് തർപ്പണം നൽകിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. കാലസർപ്പ ദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ചൈത്ര അമാവാസി തിഥി പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം കാലസർപ്പ ദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി വെള്ളിയിൽ നിർമ്മിച്ച സർപ്പങ്ങളെ പൂജിച്ച് പിന്നീട് അവയെ പുണ്യ നദിയിൽ ഒഴുക്കണം. ഇതിനോടൊപ്പം ഗായത്രി മന്ത്രവും
മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കണം. ഇന്ന് ഇങ്ങനെ ചെയ്താൽ കാലസർപ്പ ദോഷത്തിൽ നിന്ന് മുക്തി നേടാമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുപോലെ ഈ ചൈത്ര അമാവാസിയെ ഗന്ധ അമാവാസി എന്നും പറയാറുണ്ട്. കാരണം ഇന്ന് സിംഹാചലം വരാഹലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ചന്ദനോത്സവം നടക്കുന്നു. എല്ലാ വർഷവും ചൈത്രമാസത്തിലെ അവസാന ദിവസമായ അമാവാസിയിലാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. ഇന്ന് സ്വാമിയുടെ യഥാർത്ഥ രൂപം ദർശിക്കാൻ സാധിക്കും. 3 ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. 3-ാം ദിവസം, അതായത് അക്ഷയ തൃതീയ ദിവസം, വർഷം മുഴുവൻ വിഗ്രഹത്തിൽ പൂശിയ ചന്ദനം നീക്കം ചെയ്യും. ഭക്തർ ആ ചന്ദനം പ്രസാദമായി വീടുകളിലേക്ക് കൊണ്ടുപോകും. അക്ഷയ തൃതീയ ദിവസവും സ്വാമിയുടെ യഥാർത്ഥ രൂപം ദർശിക്കാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മൾ കണ്ടത് കേവലം ഒരു ചെടിയുടെയോ ലളിതമായ ഒരു വഴിപാടിന്റെയോ വിവരണം മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജ്ജത്തെയും കോസ്മിക് ശക്തികളെയും നമ്മുടെ ഭവനത്തിലേക്ക് ആകർഷിക്കാനുള്ള അതിരഹസ്യവും ശക്തവുമായ ഒരു ആത്മീയ വിദ്യയാണ്. വരാനിരിക്കുന്ന ഈ ചൈത്ര അമാവാസി ദിനം പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന, വൻതോതിൽ ഊർജ്ജ പ്രവാഹം നടക്കുന്ന ഒരു പുണ്യമുഹൂർത്തമാണ്. ഈ മഹാദിനത്തിൽ കറ്റാർവാഴ എന്ന അത്ഭുത സസ്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഈ താന്ത്രിക കർമ്മം നിങ്ങളുടെ വീട്ടിലെ സകല ദാരിദ്ര്യവും ദുരിതങ്ങളും നെഗറ്റീവ് ഊർജ്ജങ്ങളും ഒരു കാന്തം പോലെ വലിച്ചെടുക്കും. പകരമായി തലമുറകളോളം നിലനിൽക്കുന്ന അഖണ്ഡമായ ഐശ്വര്യവും സമാധാനവും പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യും. മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും പാർവതീദേവിയുടെയും പൂർണ്ണ അനുഗ്രഹം ഈ ഒരൊറ്റ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നരദൃഷ്ടി എന്ന മഹാവിപത്തിനെ ഇല്ലാതാക്കി അമാവാസിയിലെ ഇരുളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ഈ ലളിതമായ പരിഹാരങ്ങൾക്ക് കഴിയും. ഓർക്കുക, ഏതൊരു ആത്മീയ കർമ്മത്തിന്റെയും അടിസ്ഥാനം അചഞ്ചലമായ വിശ്വാസമാണ്. നെഗറ്റീവ് ഊർജ്ജങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ച് അനുകൂലമായ പ്രപഞ്ച ശക്തികളെ ആവാഹിക്കാൻ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ കർമ്മങ്ങൾ ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ഐശ്വര്യം നിറയാൻ കമന്റ് ബോക്സിൽ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമോ എന്ന് ഭക്തിപൂർവ്വം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് അവർക്കും ഈ പുണ്യഫലം ലഭിക്കാൻ കാരണക്കാരാകുക. കൂടുതൽ ആത്മീയ അറിവുകൾക്കും ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രപഞ്ച ശക്തികളും ത്രിമൂർത്തികളും നിങ്ങളെ എക്കാലവും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.